ഒന്നാം പ്രതി സോണിയാഗാന്ധി, രണ്ടാം പ്രതി രാഹുൽ ഗാന്ധി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കഴിഞ്ഞ ദിവസം ED കുറ്റപത്രം സമർപ്പിച്ചതാണ് പുതിയ ചർച്ചാ വിഷയം. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ച് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇതിൽ എന്താണ് പങ്ക്? ED വീണ്ടും കോൺഗ്രസിനായി വലവിരിക്കുകയാണോ? നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. ആദ്യം EDയുടെ കുറ്റപത്രത്തെക്കുറിച്ച് നോക്കാം. PTI റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 9 നാഷണൽ ഹെറാൾഡ് കേസിൽ ED കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഡൽഹിയിലെ റൌസ് അവന്യൂ ജില്ലാ കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. ഒന്നാം പ്രതിയായി സോണിയാഗാന്ധിയും രണ്ടാം പ്രതിയായി രാഹുൽ ഗാന്ധിയും. ഇവർക്ക് പുറമെ സാം പെട്രോഡ അടക്കമുള്ള വേറെയും കോൺഗ്രസ് മേധാവികൾ കുറ്റപത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ജഡ്ജ് വിശാൽ ഗോഗൻ ഏപ്രിൽ 25 കേസിൽ അടുത്തതായി വാദം കേൾക്കുന്നത്. PMLA നിയമത്തിലെ 44ഉം 45ഉം സെക്ഷനുകൾ പ്രകാരമാണ് ED കേസ് എടുത്തിട്ടുള്ളത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗാന്ധി കുടുംബം 2000 കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ കൈക്കലാക്കി എന്ന ആരോപണങ്ങളുണ്ട്. ഇതിനായി ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നതടക്കം ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കേസ്. നോക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഈ ആരോപണങ്ങൾക്ക് കാരണം. അതറിയണമെങ്കിൽ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസ് എന്താണെന്നറിയണം. നാഷണൽ ഹെറാൾഡ് എന്ന ദേശീയ പത്രം ഇതാരംഭിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. 1938 ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും അറിയപ്പെട്ടയാളാണ്. സ്വാതന്ത്ര്യം ദാഹിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരായുധമായിരുന്നു നാഷണൽ ഹെറാൾഡ് ദിനപത്രം. കൗമി ആവാസ് എന്ന പേരിൽ ഉറുദുവിലും നവജീവൻ എന്ന പേരിൽ ഹിന്ദിയിലും ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. 5000 സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് ഈ പത്രത്തിന്റെ ഓഹരി ഉടമകളായി ഉണ്ടായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പത്രം നിരോധിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നായിരുന്നു നാഷണൽ ഹെറാൾഡ്. കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദമായിരുന്ന നാഷണൽ ഹെറാൾഡിൽ നെഹ്റു തന്നെ നേരിട്ട് പലപ്പോഴും ഓപ്പൺ എഡിറ്റോറിയലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പലപ്പോഴായി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലത്ത് കോൺഗ്രസ് ഫണ്ട് ചെയ്താണ് പത്രം നിലനിർത്തിയത്. ഒടുവിൽ 2008 90 കോടിയുടെ കടം ബാക്കി വെച്ച് പത്രം പ്രവർത്തനം നിർത്തി. 2016 നാഷണൽ ഹെറാൾഡ് ഡിജിറ്റൽ പ്രസിദ്ധീകരണം പുനരാരംഭിക്കുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലാണ് നാഷണൽ ഹെറാൾഡ് പ്രവർത്തിച്ചതും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമെല്ലാം. നമ്മുടെ കേസിനാസ്പദമായ ആരോപണങ്ങൾ പുറത്തു വരുന്നത് 2013 BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി വിചാരണ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മറ്റു പല കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ അന്ന് സുബ്രഹ്മണ്യ സ്വാമി ഗുരുതരമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടു. ഇവരെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ വെറും 50 ലക്ഷത്തിന് കൈക്കലാക്കിയിരിക്കുന്നുവെന്നായിരുന്നു ആരോപണം. 2 കമ്പനികളാണ് കേസിൽ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നാഷണൽ ഹെറാൾഡ് പത്രം പബ്ലിഷ് ചെയ്തിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് അഥവാ AJL. പത്രം നിർത്തിയ ശേഷം സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്നു AJL. 2010 AJLനെ യങ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ YIL എന്ന കമ്പനി ഏറ്റെടുക്കുകയാണ്. ഗാന്ധി കുടുംബത്തിന് കീഴിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയാണ് ഈ കേസിൽപ്പെട്ട മറ്റൊരു കമ്പനി. യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രധാന ഓഹരി ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. ഇരുവർക്കും 38% വീതം ഓഹരികളുണ്ട്. ഇരുവരും ചേർന്ന് കമ്പനിയുടെ 76% ഓഹരികളും കൈവശം വെച്ചിരിക്കുന്നു. ബാക്കിയുള്ള 24% ഓഹരി ഉടമകൾ മോത്തിൽ ബോറയും ഓസ്കാർ ഫെർണാണ്ടസുമാണ്. ഇരുവരും ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് EDയുടെ കണ്ടെത്തൽ. 1930 AJL എന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ആരംഭിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ഈ കമ്പനി പിന്നീട് ഈ കമ്പനിയുടെ ശ്രദ്ധ മുഴുവൻ റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിയുന്നു. ഇതോടെയാണ് സംശയങ്ങൾ ഉരുണ്ടുകൂടുന്നത്. AJLനെ ഏറ്റെടുത്ത യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിക്കുന്നത് 2010 2010 യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. AJLനെ യങ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് കൈമാറ്റം ചെയ്തു. ഈ കാര്യത്തിലാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ കൈമാറ്റത്തിനു പിന്നിൽ പല ക്രിമിനൽ ഗൂഢാലോചനകളും വഞ്ചനകളും നടന്നിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യ ലിമിറ്റഡിന്റെയും കീഴിൽ ഡൽഹിയിലും മുംബൈയിലും ലക്നൌവിലും എല്ലാമുള്ള ഏതാണ്ട് 661 കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഈ ഏപ്രിൽ 12 ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 2023 നവംബറിൽ 2 കമ്പനികളുടെയും 781 കോടി
മൂല്യമുള്ള വസ്തുവകകൾ, ഓഹരികളടക്കം ഇ ഡി ആദ്യമേ പിടിച്ചെടുത്തിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കേസ് ഗാന്ധി കുടുംബത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിൻ്റെയോ നാഷണൽ ഹെറാൾഡിൻ്റെയോ സ്വത്തുക്കളിൽ നിന്ന് ഗാന്ധി കുടുംബം മറ്റെന്തെങ്കിലും ഗുണം നേടിയിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ പുറത്താണ് ഗാന്ധി കുടുംബം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയോ എന്ന പരിശോധനയാണ്. ഏതായാലും ഏപ്രിൽ 25-ന് കോടതി വാദം കേൾക്കുന്നതോടെ, കേസിൻ്റെ തുടർ നടപടികൾ വരുന്നതോടെ ഇനി അങ്ങോട്ട് കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന വലിയ തലക്കെട്ടുകൾ വാർത്തകളിൽ നിറയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളുടെയും കാര്യത്തിൽ ഇ ഡി കാണിക്കുന്ന അമിത ആത്മാർത്ഥത, പക്ഷപാതിത്വം, ഇതെല്ലാം കോൺഗ്രസിന് നന്നായി അറിയാം. രാഹുൽ ഗാന്ധിക്കറിയാം, സോണിയാഗാന്ധിക്കറിയാം. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. 2010-ലാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കുന്നത്. അന്ന് 50 ലക്ഷം മൂലധനമുള്ള നോൺ പ്രോഫിറ്റ് കമ്പനിയായാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കുന്നത്. 90 കോടി കടമുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെയാണ് YIL ഏറ്റെടുക്കുന്നത്. 2002 മുതൽ പലപ്പോഴായി കോൺഗ്രസ് തന്നെ കടം നൽകിയ 9 കോടിയോളം രൂപ AJLന് വായ്പയായി നൽകാനുണ്ട്. ഈ വായ്പകളൊന്നും തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യം അന്ന് കമ്പനിക്കുണ്ടായി. ഇ ഡി പറയുന്നത് പ്രകാരം AJLനെ യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്ത ഇടപാട് വഴി തത്വത്തിൽ വെറും 50 ലക്ഷം രൂപ മാത്രം മുടക്കി 2000 കോടിയോളം ആസ്തിയുള്ള AJLന്റെ വിശാലമായ റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളുടെ അടക്കം ഉടമസ്ഥാവകാശം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നേടാനായി എന്നാണ്. ഇത് കയ്യിലാക്കാൻ ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ്. നോൺ പ്രോഫിറ്റ് കമ്പനിയായാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും വർഷങ്ങളായി യങ് ഇന്ത്യ ലിമിറ്റഡ് ഒരു ചാരിറ്റി പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ലക്ഷ്യത്തിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഈ കമ്പനി ഒന്നും ചെലവഴിച്ചിട്ടില്ല എന്നും ഇ ഡി പറയുന്നു. ഡൊണേഷൻ, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെയുള്ള പല പേരുകളിൽ വേറെയും സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും ഇ ഡി പറയുന്നുണ്ട്. ഇ ഡിയുടെ കുറ്റപത്രം എന്തായാലും രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. മോഡിയും അമിത്ഷായും ചേർന്ന് കോൺഗ്രസിനോടുള്ള കുടിപ്പക തീർക്കാൻ പൂട്ടിപ്പോയ പത്രത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും ഉയരുന്ന വാദങ്ങൾ. നോൺ പ്രോഫിറ്റ് കമ്പനിയിൽ നിന്ന് വ്യക്തികൾക്ക് ലാഭമെടുക്കാൻ കഴിയില്ല എന്നിരിക്കെ ഈ കമ്പനി ഉടമകളായ ഗാന്ധി കുടുംബം എന്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഇ ഡിയുടെ മറ്റൊരു രാഷ്ട്രീയ ആയുധമാകുമോ ഈ കേസ് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.